ഇന്ന് ഞാൻ പറയുന്നത് BS6 വണ്ടിയിൽ കൂടുതലായിട്ട് വരുന്ന ഫ്യൂവൽ ടാങ്കിൽ വെള്ളം കയറുന്ന വിഷയമാണ്. അത് കൂടുതലായിട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കൂടുതൽ ആളുകൾക്കും ഈ ഒരു ഫ്യൂവൽ ടാങ്കിന്റെ ഒരു ക്യാപ്പിന്റെ ഇടയിൽ ഒരു ഹോൾ ഉണ്ട്. ഇതിന്റെ അടിയിൽ ആ ഹോളിലൂടെ അതിൽ സൈഡിലാവുന്ന വെള്ളം ഒഴിഞ്ഞു പോകുന്നത്. അത് ഒഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ കണ്ട കംപ്ലീറ്റ് കൂടുതൽ വണ്ടിയിൽ ബ്ലോക്ക് വരുന്നുണ്ട്. ആ ബ്ലോക്ക് വരാനുള്ള മെയിൻ കാരണം പറഞ്ഞുതരാം. കൂടുതലായിട്ടും ഇവിടെ ഒന്ന് കാണിച്ചെടുക്കും കേട്ടോ. നോക്കുക, ഇതാണ് നമ്മൾ ഫ്യൂൽ ടാങ്ക് എന്ന താഴ്ന്ന ഓസ് കേട്ടോ. ഈ ഓസ് ഇതാണ് ഓസ്. ഈ ഓസ് കമ്പനി കൊടുത്തേക്കുന്ന ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഹോളിലൂടെ ഇവിടെ കണക്ട് ചെയ്ത് വെക്കുക. ഈ ഒരു ക്ലിപ്പിന്റെ ഉള്ളിൽ കണക്ട് ചെയ്ത് വെക്കും. അപ്പൊ എന്താ സംഭവിക്കുക, വെള്ളം ഇല്ലെങ്കിൽ വന്നിട്ട് കുറച്ച് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം വെള്ളം കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകില്ല. ഇതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകില്ല. അപ്പൊ ഒഴിഞ്ഞ് ഇങ്ങനെ ഫോൾഡായി കിടക്കുന്ന സമയത്ത് അതിലെ ഡസ്റ്റ് വന്ന് അടിഞ്ഞിട്ട്, എന്നാലും ഡസ്റ്റ് മുകളുണ്ടല്ല, ഡസ്റ്റ് വന്ന് അടിഞ്ഞിട്ട് ഡസ്റ്റ് ഒഴിഞ്ഞ് പോകാൻ നിൽക്കുകയും അങ്ങനെ ഡസ്റ്റ് ഇവിടെ ഇങ്ങനെ കൂടി ഇവിടെ ബ്ലോക്ക് ആയി പോകും. അങ്ങനെ വെള്ളം കൂടുതലായിട്ട് ബ്ലോക്ക് വരുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടുന്ന് ഊരിക്കളയാം. ഓസി ഊരിയിട്ട് നേരെ താഴോട്ടാക്കി വിടുക കേട്ടോ. നേരെ സ്ലോപ്പായി കൊടുക്കുക. വെള്ളം ഒരിക്കലും ഇവിടെ ഈ ഓസിൽ കെട്ടി നിൽക്കാനുള്ള അവസ്ഥ നേരെ താഴോട്ട് വിടുക. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. BS6 വണ്ടിയിലായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാം ഓസ് താഴോട്ട് കറക്റ്റ് സ്ലോപ്പ് ആയിട്ടുണ്ട്. BS6 ഈ ക്ലാമ്പിൽ കൊടുക്കിയിട്ടുണ്ട്. നേരെ ഇങ്ങനെ ഫോൾഡിങ് വരുന്നുണ്ട്. അതിലേക്ക് വെള്ളം നിന്ന് കെട്ടി നിന്നിട്ട് അവിടെ മണ്ണും ചെളിയൊക്കെ ആയി അവിടെ ബ്ലോക്ക് ആകുമ്പോൾ വെള്ളം ഒഴിഞ്ഞ് പോലെ ടാങ്കിലേക്ക് വെള്ളം കയറും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് BS6 വണ്ടിയിലെ ആളുകൾ എല്ലാം തന്നെ ഓസ് ഊരിയിട്ട് നേരെ താഴോട്ട് സ്ലോപ്പ് ആക്കിയിട്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.